വരട്ടെ. വിനോദിനോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല്, ഞാനായിരുന്നില്ലേ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യ. ഈ സുരഭിയുടെ ഭർത്താവായിട്ട് പോയപ്പോഴേ ഞാൻ പറഞ്ഞാണ് പോവണ്ടാന്ന്. അവള് കണ്ണി കണ്ട അക്ഷയ് കുമാറിനെയൊക്കെ കണ്ട അയാളുടെ കൂടെ പോകുന്ന ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. ഇപ്പൊ എന്തായി? അയാളുടെ കൂടെ പോയില്ലേ? എന്നിട്ട് ദേശീയ അവാർഡ് എന്നൊരു പേരും. പിന്നെ ഇപ്പൊ എനിക്ക് ദേശീയ അവാർഡൊന്നും ഇല്ല, ഞാൻ ഇപ്പോഴും ഫ്രീ ആണ്. ഇങ്ങോട്ട് വന്നോളൂ, സ്വീകരിക്കും. മറിമായത്തിൽ എന്റെ ആദ്യ ഭാര്യ, അവൾക്കൊന്നും കുശുമ്പുണ്ട്. ഇവര് തമ്മിൽ ഭയങ്കര കുശുമ്പാ രണ്ടാളും. യോ ഓള് സീനിയർ ആയിരുന്നു. അത് ഒറിജിനൽ ഭാര്യക്ക് ഒരു പ്രശ്നവുമില്ല. എന്താ ഇവിടെ അവർക്കൊക്കെ വലിയ സന്തോഷമാണ് വിനോദിന്റെ കൂടെയൊക്കെ നല്ല ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ നൽകി എന്നുള്ളത്. ഇനി ആൾക്കാർക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. എന്താ കാരണം, ഇത് ഈ ഒറിജിനൽ ഭാര്യ ആരാണ്, ഇതിൽ ഏതാണ് ഭാര്യ, ഇത് പാത്തു വരുന്നുണ്ട്, മറിമായം വരുന്നുണ്ട്, ആകെക്കൂടി പ്രശ്നം തല്ലല്ലേ. വരട്ടെ. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ ഞാൻ കാണുന്നതാണ് വിനോദിന് കലയോടുള്ള ഒരു പ്രത്യേക താല്പര്യം, പ്രത്യേകിച്ച് അഭിനയത്തോട്. ചെറിയതാണെങ്കിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കണമെന്നാണ് വിനോദിന്റെ പ്രാർത്ഥന. ഞാനും അത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആൾക്കാർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി തീർത്തു സ്വന്തം ദേവു. അതെ, ചില ആൾക്കാർ വിചാരിക്കണ ഈ മൂസയും പാത്തു എന്നൊക്കെ പറഞ്ഞ യഥാർത്ഥ ജീവൻ തന്നെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. തീരെ ചേരൂല, എന്നും തല്ലും കുത്തും. ഷൂട്ടിംഗ് നടക്കുമ്പോ എപ്പോഴും ഞങ്ങൾ അടിയാണ്. കാരണം ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സുരഭി പറയുക. പിന്നെ അത് കോംപ്രമൈസ് ആക്കാൻ ആരെങ്കിലും വരണം. അതാണ് സംവിധാനം വിചാരിച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും വിളക്കി ചേർക്കാൻ അപ്പൊ അങ്ങനെ വിനോദിന് വേണ്ടിയിട്ട് ഭാര്യ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ട് അവള്. ഇവര് രണ്ടുപേരും എപ്പോഴും അങ്ങനെ തന്നെയാ. വിളിച്ച് വിനോട്ടം മരുന്ന് കുടിച്ചാ സുരഭി, ഞാൻ പറഞ്ഞു നിങ്ങൾ ഓന്റെ കാര്യങ്ങൾ നിങ്ങൾ ഓനോട് ചോദിക്കും, എന്നോടല്ല ചോദിക്കേണ്ടതെന്ന് അറിയോ. എപ്പോ വിളിച്ച് മരുന്ന് കുടിച്ചോ, അല്ലെങ്കിൽ ഇന്ന് ഇവർക്ക് ആഴ്ചയിൽ 7 ദിവസം 7 ദിവസം വ്രത. അങ്ങനെയാണ്, തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, ബുധനാഴ്ച വ്രതം, എന്നും വ്രതം. അപ്പൊ അവരെ അമ്പലത്തിൽ അങ്ങനെ ഒരു വ്രതേ ഇല്ല. ഞാൻ ഇതിന്റെ അത്യാവശ്യം ആ സ്പിരിറ്റ് ഒക്കെ ഉണ്ടായി കൊടുത്തത് ഞാനാ, അമ്പലങ്ങളിൽ പോവാനും വഴിപാടുകൾ ചെയ്യാനൊക്കെ. ഇപ്പൊ സുരഭിക്ക് അവാർഡ് കിട്ടിയതിനു ശേഷം ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന അമ്പലത്തിൽ വരുമ്പോ, അല്ല അവാർഡ് കിട്ടിയതിനു ശേഷം അവളെ കൊണ്ട് കണ്ടില്ലല്ലോ എന്ന് അവിടെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിനോദിനെ പക്ഷെ അമ്പലത്തൊന്നും കയറാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല ഈ മൂസ ചെയ്ത്. എന്നെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് തൊഴാൻ പോയപ്പം തടഞ്ഞു വെച്ചിരുന്നു, കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശമില്ല എന്ന് പറഞ്ഞു. അപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ മൂകാംബിക പോയിരുന്നു. മൂകാംബിക പോയിട്ട് ലൈൻ വെക്കുമ്പോ പുറകുന്ന ഒരു കമന്റ്, മൂസ കായ്ക്കണ്ട മൂകാംബികൽ കാര്യം. കരച്ചിൽ വരുന്നുണ്ടോ? ലൈറ്റ് ആയിട്ട് തള്ളു പോരാണേ, ഞാൻ ഇവിടുന്ന് വീണിങ്ങോട്ട് പോകും.